ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാശൊക്കെ പതുക്കി വെച്ചിട്ട് നീ നാടകം കളിക്കുക അല്ലേടി? ഞങ്ങളെ ഇവിടെ ഓടിക്കാനുള്ള തന്ത്രം ഇതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം ചേച്ചിയോടും കുഞ്ഞിനോടും കൂറില്ലാത്ത ഭയങ്കരി. കാശില്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ ഞെരുക്കത്തിലാ. പൊന്നുമോളല്ലേ, ഇന്ന് കട്ടൻ ചായ കുടിച്ച് സഹകരിച്ചേ പറ്റൂ. കട്ടൻ ചായ വേണ്ട. ദേ, അങ്കിള് കുടിക്കുന്നതും കട്ടൻ ചായ അല്ലേ? അതെ. വലിയ പിടിവാശൊന്നും വേണ്ട, മോള് കട്ടൻ ചായ കുടിക്ക. കുടിക്കും. താങ്ക്സ്. ചെറിയമ്മേ ചായ. ചായക്ക് പാലില്ല. ചേച്ചിയും കട്ടൻ ചായ കുടിച്ചാ മതി. മോളെ, കുറച്ച് കട്ടൻ ചായ കുടിക്ക. വേണ്ട. കട്ടൻ ചായ കുടിച്ചാ ഞാൻ ഛർദിക്കും. ചായ വേണം. അമ്മേ, എനിക്ക് ചായ തരുന്നില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? എനിക്ക് ചായ തരുന്നില്ല. കട്ടൻ ചായ കുടിക്കണം പോലും. കട്ടൻ ചായ ഞാൻ കുടിക്കില്ല. എന്റെ മോള് പുളിച്ചെന്നറിയ കട്ടൻ ചായ കുടിക്കണമെന്നോ? കട്ടനെന്ന് കേട്ടാ തന്നെ ഇവക്ക് മനംമറിപ്പാ. വെള്ളം ചേർക്കാത്ത കട്ടിപ്പാലില് വേണ്ടുവോളം പഞ്ചസാര ഇട്ട് കുടിച്ച ശീലേ ഉള്ളൂ ഇവൾക്ക്. വന്ദനെ, പെട്ടെന്ന് നമുക്ക് പാല് കൊടുത്തേ. ജഗ, എന്റെ മോൾക്ക് പാല് കൊടുക്കാൻ എന്താ ഇവിടെ തടസ്സം? ആർക്കാ ഇവിടെ തടസ്സം? ചേച്ചി, ആരും തടസ്സമൊന്നും നിക്കുന്നില്ല. പാല് തീർന്നു പോയി, അതാ പ്രശ്നം. പാല് തീർന്നു പോയെന്നോ? അപ്പൊ എന്റെ മോളുടെ കാര്യം ഓർക്കാനിട്ടല്ലേ പാലിന്റെ കാര്യം മറന്നുപോയത്? അല്ലേലും ഈ രാഷ്ട്രീയക്കാരുടെ ഏർപ്പാടൊക്കെ ഇങ്ങനെ തന്നെയാ. അവരൊക്കെ പുറത്തുപോയി വലിയ ഹോട്ടലിൽ നിന്ന് മൂക്കുമുട്ട വെട്ടി വിഴുങ്ങും. വീട്ടിലിരിക്കുന്നവരുടെ അവസ്ഥ എന്റെ കൃഷ്ണ, രാമ, ഗോവിന്ദ. ഒരുത്തി പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറുപ്പിനെ നാറ്റിക്കുന്നു. നാടൊട്ടുക്ക് നടന്ന് കടന്ന് അടിച്ചു പൊളിക്കടവന്റെ തട്ടുകടയാൻ പറ്റും. ചേച്ചി, കച്ചവടം പ്രശ്നമായതിനു ശേഷം ഇവിടെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞിരിക്കാം. ദയവീത് ആ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. പാവം ജഗനെ കുത്തി നോവിക്കരുത്. ആ പാവം ജഗനെ എന്തിനു പറയുന്നു? എല്ലാത്തിന്റെയും ചതുരോലി നിന്റെ കയ്യിലല്ലേ? കാശൊക്കെ പതുക്കി വെച്ചിട്ട് നീ നാടകം കളിക്കുക അല്ലേടി? ഞങ്ങളെ ഇവിടെ ഓടിക്കാനുള്ള തന്ത്രം ഇതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം ചേച്ചിയോടും കുഞ്ഞിനോടും കൂറില്ലാത്ത ഭയങ്കരി. അനിയത്തിയാണ് പോലും, അനിയത്തി.
ചേട്ടാ ആ പാലുണ്ടോ? ഉണ്ട്. എത്ര കവർ വേണം? അത് ചേട്ടാ 2 കവറ്. ആ. അല്ല പാലിനിപ്പോ എന്താ വില? 2 കവറിന് 56 രൂപ. എന്നാ എടുക്കട്ടെ? തൽക്കാലം 1 കവർ മതി. ദാ. 1/2 കിലോ പഞ്ചസാരയും 1 കവർ ബിസ്ക്കറ്റും വേണമായിരുന്നു. കുറച്ച് മതി. കുഴപ്പമില്ല, മതി. കുറച്ച് കഴിക്കും. മതി. ആ. ശരി, ഞാൻ ഉടനെ വന്നേക്കാം. ശരി. എന്താ, എന്തു പറ്റി? ആരാ ഇപ്പൊ വിളിച്ചത്? പാർട്ടി ഓഫീസിൽ നിന്നും പാർട്ടിയുടെ സീനിയർ നേതാവാണ് വിളിച്ചത്. ഞാൻ ഉടനെ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലണമെന്ന്. അതിന് അച്ഛൻ എന്തിനാ മൂഡൌട്ട് ആവുന്നത്? മുതിർന്ന നേതാവ് വിളിച്ചുകൊണ്ടാണോ? പാർട്ടിയിൽ എത്രയൊക്കെ മുതിർന്ന തലകളുണ്ടെങ്കിലും അച്ഛന്റെ തലയോളം തന്ത്രങ്ങൾ നിറഞ്ഞ ഒരു തല മറ്റേതാ ഉള്ളത്? അച്ഛനെ ആരും തൊടാൻ പോണില്ല. കാപ്പി കുടിക്കച്ചാ. ചിലക്കാതിരിയടാ അവിടെ. എന്താടാ ഒരു മൂഡൌട്ട്? പാർട്ടി ഓഫീസിലേക്ക് എന്തിനാ വിളിപ്പിക്കുന്നേ? ആ മൂദേവി വന്ദന കൊടുത്ത സ്ത്രീധന കേസ് വിവാദമായിരിക്കല്ലേ. അതിനെക്കുറിച്ച് എന്റെ വിശദീകരണം തേടാനായിരിക്കും പാർട്ടി വിളിപ്പിച്ചത്. ആ ശാപം പിടിച്ചവളുടെ ഒടുക്കത്തൊരു പരാതി. പാർട്ടി വിശദീകരണം ചോദിക്കുമെങ്കിൽ വളരെ സൂക്ഷിക്കണം അമ്മാവ. അമ്മാവന്റെ മുഖത്ത് തേക്കാൻ വന്ദന കലക്കി കൊടുത്ത കരിയോയില് പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് വേണം ചിന്തിക്കാൻ. മാനത്തെ കൊട്ടാ